ക്രിസ്മസ് സന്ദേശയാത്ര ജൂബിലാത്ത 2024. ആശയം ഹാർമിസ് ബിജി തെക്കേനൂർ. ആവിഷ്കാരം ഷെറിൻ വടക്കേമഠത്തിൽ. റെക്കോർഡിംഗ് ഷാ മീഡിയ കോട്ടയം. റെക്കോർഡിസ്റ്റ് ഷിജിൻ കോട്ടയം. ശബ്ദം നൽകിയവർ ജയകുമാർ കലാഭവൻ, മനോജ് വാളാച്ചിറ, ഷെറിൻ വടക്കേമഠത്തിൽ, ഹാർമിസ് ബിജി തെക്കേനൂർ. വേദി ഷിബു കെ ജി, അനീഷ് പി ജോസ്, ജോമോൻ പി തങ്കപ്പൻ, മനോജ് വാളാച്ചിറ, ഷെറിൻ വടക്കേമഠത്തിൽ, ഹാർമിസ് ബിജി തെക്കേനൂർ. നൃത്താവിഷ്കാരം അനുഗ്രഹ വിശ്വരൻ, അൽമിയ സെബി, ആൻ മരിയ ജോൺ, ഏഞ്ചൽ മരിയ ജോൺ, ദിയ ദീപു, അന്ന റോസ് വർഗീസ്. പ്രിയരെ, നമുക്ക് സാഘോഷം ആർത്തുപാടാം. ജൂബിലാത്ത 2024. കണ്ണും കണ്ടും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ വിളക്കുമെന്ന്. കണ്ണും കണ്ടും
ജനനം എന്ന വാക്ക് മനുഷ്യരായ നമുക്ക് സന്തോഷമുള്ളതാക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ബന്ധുമിത്രാദികൾക്കും അയൽക്കാർക്കുമെല്ലാം സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഇന്നൊരു ദേശം മാത്രമല്ല, ലോകം മുഴുവനും രക്ഷകൻ എന്ന നാമത്തിന് അർഹനായ ഉണ്ണീശോയുടെ ജന്മത്തിൻ്റെ ആഘോഷവേളയാണ്. നമ്മുടെ പാപപരിഹാരത്തിനായി, നമ്മുടെ ആനന്ദത്തിനായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ നിന്നും നമുക്കായി പിറവിയെടുത്ത ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, ലോക പാപങ്ങൾ കഴുകിക്കളയാൻ കാലിത്തൊഴുത്തിൽ പിറന്ന കാരുണ്യത്തിൻ്റെ നിറകുടം. ആ കരുണയുടെ നിറവിൻ്റെ ജന്മദിനം വാദ്യഘോഷങ്ങളോടെ നമുക്ക് വാഴ്ത്തിപ്പാടാം. തപ്പുകൾ കൊട്ടി, കിന്നരം വീട്ടി, ആനന്ദ നൃത്തമാടി നമുക്കൊരുമിച്ച് ഈശോയുടെ ജന്മത്തെ മാലോകർക്ക് മുൻപിൽ വിളംബരം ചെയ്യാം. യഹൂദിയയിലെ ആ ചെറുഗ്രാമത്തിൽ മഞ്ഞ് പെയ്യുന്ന ആ രാത്രിയിൽ മരം കോച്ചും തണുപ്പിൽ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ പരിശുദ്ധാത്മരൂപിയാൽ വൈക്കോൽ തൊട്ടിൽ ജനിച്ചു വീണ ഉണ്ണീശോയ്ക്ക് നമുക്കൊരുക്കാം ഒരു തൂവൽ കിടക്കാം. ഗ്രാമത്തിലെ നടപ്പാത, വഴിയരികിലെ പുൽത്തകിടിയിൽ ഒരു കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞു കാണാം. കുഞ്ഞ് നന്നായി കരയുന്നു. ഇതാരാണ് ദൈവമേ ഈ കുഞ്ഞിനെ തണുപ്പത്ത് ഇവിടെ ഉപേക്ഷിച്ചത്? ഇത്ര കണ്ണിച്ചോറില്ലാത്തവരായിപ്പോയല്ലോ ഇതിൻ്റെ മാതാപിതാക്കൾ. അവർക്ക് വേണ്ടെങ്കിൽ ആർക്കെങ്കിലും വളർത്താൻ കൊടുക്കാമായിരുന്നില്ലേ? കഷ്ടം തന്നെ, കഷ്ടം. നോക്കി കണ്ടു. അവിടുന്ന് ഇറക്കും. നിന്നെ പോറ്റാൻ എൻ്റെ കയ്യിലൊന്നുമില്ലടാ. കർത്താവേ, ഓമനത്തമുള്ളൊരു കുഞ്ഞ്, ആരാണ് ഈ കുഞ്ഞിനോട് ഇത്ര ക്രൂരത കാട്ടിയത്? ജനിപ്പിച്ചവന് വേണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ട് കിടത്താമായിരുന്നില്ലേ? ഈ മഞ്ഞും വെയിലുമേറ്റ് കുഞ്ഞ് മരിച്ചു പോകില്ലേ? ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഒന്ന് നോക്കാം. ദൈവമേ, ഞാനെടുത്തപ്പോൾ ഇവൻ്റെ കരച്ചിൽ മാറിയല്ലോ. ആരോ ഞങ്ങൾക്കായി ഉപേക്ഷിച്ചു പോയതുപോലെ ഞാൻ ഇവനെ വീട്ടിൽ കൊണ്ടുപോകും. കുഞ്ഞിനെ കാണുമ്പോൾ റോസി ഒത്തിരി സന്തോഷിക്കും. കാരണം അറിയാമോ, ഞങ്ങൾക്ക് മക്കളില്ല. നാട്ടുകാരുടെ മച്ചി എന്ന വിളി കേട്ട് റോസി ആകെ സങ്കടത്തിലാണ്. ഇവൻ വന്നു കഴിയുമ്പോൾ റോസയുടെ സങ്കടമെല്ലാം മാറും. ഞങ്ങൾക്ക് ദൈവം തന്ന നിധിയാണിവൻ. റോസി, റോസി. ആ, ഇന്ന് നേരത്തെ ഇനി പോന്നോ? ഇതെന്താ കൈ പിടിച്ചിരിക്കുന്നത്? ഞാൻ നോക്കിക്കേ, നമുക്ക് ഇന്നൊരു സമ്മാനം കിട്ടി, ഒരു കുഞ്ഞു. കുഞ്ഞു ഇവിടെ കാണട്ടെ. അയ്യോ, എനിക്ക് പേടിയാകുന്നു. ആരെങ്കിലും തിരക്കി വന്നാലും വല്ല കേസും മറ്റും ഉണ്ടായാലും.
ഇല്ലടി, നീ പേടിക്കണ്ട. ഇവൻ ആ വഴിയരിയിൽ ആരോ ഉപേക്ഷിച്ചു പോയതാ. ഇവനെ തിരക്കി ആരും വരില്ല. ഇവൻ നമുക്കുള്ളതാണ്. എന്റെ കർത്താവേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ കണ്ട സ്വപ്നം ഫലിച്ചല്ലോ. ഇടമുത്തേ, ഈ നാട്ടുകാർ എന്നെ വിളിച്ചിരുന്നത് പ്രസവിക്കാൻ കഴിവില്ലാത്തവൾ എന്നാണ്. കർത്താവ് അവരുടെ നാവിനെ അടപ്പിച്ചല്ലോ. എന്റെ ദൈവമേ, നിനക്ക് 1000 നന്ദി. റോസി, നാളെ ക്രിസ്മസ് അല്ലേ? നമുക്ക് നന്നായി ആഘോഷിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ണീശയെ കിട്ടിയ ദിവസം തന്നെയല്ലേ നമുക്ക് ഇവനെ കിട്ടിയത്? അമ്മ തന്ന സമ്മാനമാണിത്. നമ്മുടെ പുന്നാരമുത്തിനെ നമുക്ക് ഈശോയ്ക്ക് കാഴ്ചവെക്കാം. ഇന്ന് പാതിരാ കുർബാനയ്ക്ക് നമുക്ക് നേരത്തെ പോകണം. നമ്മുടെ ജീവിതത്തിൽ നിന്നും സന്തോഷം പോയിട്ട് നമ്മളൊന്ന് ചിരിച്ചിട്ട് എത്ര നാളായി. ഇത്തവണ നമുക്ക് ആഘോഷിക്കണം. റോസി, നിന്റെ ഈ സന്തോഷം കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നു. നമുക്ക് ജീവിക്കാൻ പ്രേരണ തന്ന, നമ്മെ സന്തോഷിപ്പിച്ച ഈശോയുടെ ജന്മത്തിരുന്നാൽ നമുക്കെല്ലാം മറന്ന് ആഘോഷിക്കാം. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മ